ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാൻ വന്ദനം. ആവേ മരിയ. ഇമ്മാനുവൽ. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നൊരു വിഷയം വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്നൊരു പദ്ധതി കൂടാതെ നിത്യജീവനിലേക്ക് കടക്കാനാവില്ലെന്ന് റോമ 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നീതിയുടെ അടിമകൾ എന്ന വചനഭാഗത്തിൽ റോമ 6-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധീകരണം ഇല്ലാതെ നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മൾ പൊതുവെ ചെയ്യാത്തൊരു കാര്യവും വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണത്തെപ്പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്രം പേർന്ന കൂട്ടായ്മയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ കാണുക, ഈശോ മനുഷ്യനെ പിറന്നു. ഈശോയിൽ അതുപോലെ തന്നെ മനുഷ്യത്വമുണ്ട്, ദൈവികത്വമുണ്ട്. അതുപോലെ നാം മനുഷ്യനെ ജനിക്കുന്നു. നാം ദൈവമായി, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായി മാറേണ്ടവരാണ്. കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കുന്നു. നാം അങ്ങനെയാണ് താനും. അപ്പോൾ മനുഷ്യനായി പിറന്ന നാം ഒരു രൂപാന്തരീകരണം സംഭവിക്കേണ്ടതുണ്ട്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിനെ മാറ്റം വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് മാറുന്നു. പിന്നീട് മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ സഭയിലായിരിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ശരീരം സഭയിലാണ്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ട് രൂപാന്തരീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവായി മാറുക എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഈ നിമിഷം ശരിക്കും നമ്മെ പഠിപ്പിച്ചിരുന്നതാണ്. പൂർണ്ണമായിട്ട് ക്രിസ്തുവായി മാറുക, വചനമായി മാറാതെ വചനത്തിൻ്റെ രാജ്യമായ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്താണ് വിശുദ്ധീകരണം എന്നൊക്കെ നമുക്ക് ചുമ്മാതെ ഒന്ന് ഓടിച്ച് നോക്കി പോകാം. അതായത് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല. നേരെ മറിച്ച് കർത്താവിൻ്റെ മരണശേഷം കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നതിൻ്റെ പോലെ, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നീ ജെറുസലേം വിട്ട് പോകരുത്. ഉന്നതത്തിന് ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് യേശുക്രിസ്തു നീ രൂപാന്തരീകരണം പ്രാപിക്കുന്നത് വരെ നീ ജെറുസലേം വിട്ട് പോകരുത്. കാരണം പത്രോസ് അപ്പോസ്തലന് ഇടപെടേണ്ടി വരുന്നത് മറ്റു മനുഷ്യരിലുള്ള പൈശാചിക ശക്തികളോടാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അത് പ്രകാരം ഈശോ പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പരിശുദ്ധമ്മയോടൊപ്പം സഹിയോൻ മാളിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ളവരോടൊപ്പം പരിശുദ്ധമ്മയോടൊപ്പം സഹിയോൻ മാളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആ പെന്തക്കോസ്തലത്തിലെ വല്ലേക്ക് കടന്നു വരുന്നതും പത്രോസ് അപ്പോസ്തലൻ വേറൊരു ആളായി മാറുന്നതും നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണുന്നു, നമ്മൾ ദേവാലയത്തിൻ്റെ വാദിക്കുന്ന മുടൻ തന്നെ പത്രോസ് അപ്പോസ്തലൻ സുഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ പത്രോസിനെ നിലടിച്ചാൽ പോലും രോഗസൗഖ്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മരിച്ചു കിടക്കുന്ന തബീത്ത എന്ന യുവതിയെ പോലും വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പേര് ചൊല്ലി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മനുഷ്യനിൽ നിന്നും മാറി യേശുക്രിസ്തുവായി രൂപാന്തരീകരണം പ്രാപിക്കുന്നു. അത് പ്രാർത്ഥനയിലൂടെയാണ് സംഭവിക്കുക. കാരണം നാം ദൈവത്തിൻ്റെ ആലയമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത് നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രത്യേകത, നാം ദൈവത്തിൻ്റെ ആലയമായി മാറുമ്പോൾ നമ്മുടെ ഹൃദയമാവുന്ന സക്രാരിയിലാണ് ആര് വസിക്കുക? പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം വന്ന് നിന്റെ ഹൃദയമാവുന്ന സക്രാരിയിലാണ് വന്ന് വസിക്കുക. അപ്പോൾ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കണം. പ്രാർത്ഥനയിലൂടെയും പിന്നെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെ എല്ലാ ഈ വർഗം പുറത്തു പോകില്ലെന്ന് ഈശോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോസ് 9:29 പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെ എല്ലാ ഈ വർഗം പുറത്തു പോയില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ പത്രോസ് അപ്പോസ്തലൻ ഈശോ പറഞ്ഞനുസരിച്ച് തയ്യാറായപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ ക്രിസ്തുവായി മാറിയതെങ്കിൽ നാം ഇന്ന് അങ്ങനെ ചെയ്യാതിരുന്നാൽ, നാമായിട്ട് തന്നെ ജീവിച്ചാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. കാരണം പൂർണ്ണമായിട്ടും രൂപാന്തരീകരണം പ്രാപിക്കാതെ പരിശുദ്ധമായ ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആവില്ല. എന്ന് പറഞ്ഞാൽ അശുദ്ധമായൊന്നും അങ്ങോട്ട് ചെല്ലില്ല. അശുദ്ധമായത് ചെല്ലേണ്ടത് നരകത്തിലേക്കാണ്. ഇനി നമുക്ക് പൗലോസ് അപ്പോസ്തലൻ നമുക്കൊന്ന് ധ്യാനിക്കാം. പൗലോസ് അപ്പോസ്തലൻ സാവൂളായിരുന്നു. ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിച്ചിരുന്ന ആരാണ്? ദൈവമാണോ സാത്താനാണോ? അവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിച്ചിരുന്ന ആ നിമിഷം നമ്മൾ ധ്യാനിച്ചാൽ പിടികിട്ടും. കാരണം ലൂക്കാ 6:45 പറയുന്നുണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പം നല്ല വൃക്ഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറഞ്ഞ മനുഷ്യനാണ്. ചീത്ത വൃക്ഷം എന്ന് പറയുന്നത് അശുദ്ധാത്മാക്കൾ നിറഞ്ഞ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ പിശാച് വസിക്കുക. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ഒരു ഉപകരണം മാത്രമാണ്. അവരിൽ നിന്നും ഹൃദയത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയത്തിൽ വസിക്കുകയും ഒരു നന്മ പുറപ്പെടുകയും ചെയ്യുക. അപ്പോൾ നാം കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ
അതിനുമുമ്പ് സാവൂളായിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു. ക്രിസ്തു മതത്തിലെല്ലാവരും പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു സാവൂൾ. അപ്പോൾ അപ്പോസ്തലർ 9-ാം അധ്യായത്തിൽ സാവൂളിന് മാനസാന്തരം സംഭവിക്കുന്നത്. കാരണം കർത്താവ് ഡയറക്റ്റ് ഒരു എൻകൗണ്ടർ വിത്ത് സാവൂളിൻ്റെ എൻകൗണ്ടർ നടത്തുന്നുണ്ട്. അവിടെ മിന്നലൊളി പോലെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തുവിനെ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അവിടെ തന്നെ പറയുന്നുണ്ട്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഞാൻ എങ്ങനെ പീഡിപ്പിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുന്നുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാരണം നീ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികളായ ഓരോരുത്തരിലും അന്ന് വസിച്ചിരുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്ത്യാനികളിലുള്ള ക്രിസ്തുവിനെയാണ് അദ്ദേഹം പീഡിപ്പിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സാവൂൾ ക്രിസ്തുവിനെ അല്ല, നമ്മൾ മാനുഷികയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെയല്ല, മനുഷ്യനെയാണ് സാവൂൾ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബോധ്യം വരുന്നത് നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് സാവൂൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരാൾ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്ധത നീക്കം ചെയ്യപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന അനനിയാസ് എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരാൾ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ നേത്രങ്ങളിൽ നിന്നും ചെതമ്പൽ പോലെ എന്തോ നടന്നു വീഴുന്നതും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ക്രിസ്തുവായി മാറുന്നതും ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് മുന്നേറാൻ സാധിക്കുന്നതെല്ലാം അങ്ങനെയാണ് സാവൂൾ പൗലോസായി മാറുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് വിശുദ്ധീകരണം ഒരു ദൈവീ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും രൂപാന്തരീകരണം സംഭവിക്കുന്നത്, ക്രിസ്തുവായി മാറുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം വചനമായി മാറാതെ നാം വചനമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വചനമാകുന്ന വാളായിട്ട് മാറില്ല. നേരെ മറിച്ച് നമ്മൾ കാണുന്നുണ്ട്, യേശു മരുഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ആ മരുഭൂമി കാലഘട്ടത്തിൽ പിശാച് യേശുവിനോട് സംവാദിക്കുവാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവിടെ പിശാച് സംസാരിക്കുക സങ്കീർത്തനമാണ് യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്നത്. നമ്മൾ കാണാം, അവന് വചനങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാണ് നാം വചനം തെറ്റിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് കയറുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്, നാം വചനമായി മാറാതെ ഒരിക്കലും വചനം ആകുന്ന വാൾ, അവനെതിരെ പ്രയോഗിക്കേണ്ട വചനമാകുന്ന വാൾ ഇന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നത് പറയുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും പിശാചുകൾ വിട്ടു പോകണമെങ്കിൽ നിന്നിൽ വചനം വന്ന് വസിക്കണം എന്ന് പറഞ്ഞാൽ നീ യേശുക്രിസ്തുവിനെ തേടി സ്വർഗത്തിലേക്കോ നീ പാതാളത്തിലേക്കോ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല. റോമാലേഖനം 10-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നതാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ ആദരത്തിനും നിന്റെ ഹൃദയത്തിനും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. അപ്പം നിന്റെ ഹൃദയത്തിലുള്ള വചനം നീ സംസാരിക്കുമ്പോൾ നിന്റെ ആദരം വഴി പുറത്തേക്ക് വരുമ്പോഴാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധം കടന്നു വരുന്നത്. യോഹന്നാൻ 3:34 ദൈവം അയച്ച ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, സമൃദ്ധമായിട്ടാണ് പരിശുദ്ധനെ കൊടുക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം അനുവദിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കൈ നമ്മൾ പിടിക്കാറുണ്ടെങ്കിൽ നമ്മൾ കൈ പിടിച്ച് നോക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ടോക്ക് പരിശുദ്ധാത്മ നൽകുന്ന ഈ ടോക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ കൈ പിടിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കുക. ഒന്നും ചെയ്യാതെ ശാന്തമായിട്ടിരുന്നുകൊണ്ട് ഈ സംസാരം എന്ന് പറഞ്ഞ് ഈ പരിശുദ്ധാത്മ നൽകുന്ന ഈ സംഭാഷണം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പിടികിട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പിശാചുകൾ നിങ്ങൾ വിട്ടുപോകുന്ന നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഹൃദയത്തിൽ പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിയെ സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും അശുദ്ധാത്മാക്കൾ വിട്ടുപോകുക തന്നെ ചെയ്യും. ഇതാണ് ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണമാണ്. ഇനി നിങ്ങൾക്ക് സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിനൊക്കെ സമയമില്ലെങ്കിൽ അണക്കര പോയിട്ട് നിങ്ങൾ ധ്യാനം കൂടുക. 5 ദിവസം താമസിച്ച് ഉള്ള ധ്യാനത്തിന് കൂടുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി മക്കളിൽ നിന്നും അലറി വിളിച്ചുകൊണ്ട് പിശാച് പുറത്തേക്ക് പോകുന്നതും അറബി ഭാഷയൊക്കെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ധ്യാനത്തിൽ പോയി കൂടിയാലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് വിശുദ്ധീകരണം തന്നെയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും പൈശാചക്തി വിട്ടുപോകുന്നു. ഒരു മനുഷ്യന് ഒരിക്കലും ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഇതെൻ്റെ കഴിവാണ്, ഞാൻ സമ്പാദിച്ചാണ്, ഞാൻ വാരിക്കൂട്ടിയതാണ്, ഞാൻ എന്ന പദം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്ന അവന് അവകാശമില്ല. കാരണം ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ പിശാചികൾ. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഒരു വ്യക്തിയെ, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ ആദ്യം ഒരു വ്യക്തി പിശാചിൻ്റെ പിടിയിലായിരിക്കും. ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ നോക്കി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നത് ദേഷ്യം, പിന്നെ അതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുക, അസൂയ, പരദൂഷണം പറയുക, അങ്ങനെയുള്ള ഒരുവനെ ദ്വേഷിക്കാൻ അല്ലെങ്കിൽ ഒരുവനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ തീർച്ചയായും ഉണ്ടാകുന്നത് പിശാചികൾ തന്നെയായിരിക്കും. അതിൻ്റെ ഹൃദയത്തിലാണ് പിശാചികൾ വസിക്കുക. ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ സ്വയം വിശുദ്ധീകരിക്കാൻ ജോഷ 3:5 പറയുന്ന പോലെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെന്ന് നാളെ നിങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പുതിയ സൃഷ്ടിയായി യേശുക്രിസ്തു നിങ്ങൾ രൂപാന്തരീകരണപ്പെടുന്നത്. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. വിഷ്ടം പിറന്ന കൂട്ടായ്മ എല്ലാ വ്യാഴാഴ്ചയും സെൻറ്റ് ജോർജ് പള്ളിയിൽ, അർത്തുങ്കൽ സെൻറ്റ് ജോർജ് പള്ളിയിൽ കൂടുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മയിൽ ദൈവം കൊടുക്കുന്നത്
വിശുദ്ധീകരണം തന്നെയാണ്. കാരണം ഡെലിവറൻസ് കൃപ കിട്ടിയ ഒരു കൂട്ടായ്മയാണ് വിശുദ്ധം പിറന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ഈ ഒരു ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഈ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. എല്ലാ വ്യാഴാഴ്ചയും 2 മുതൽ ഈ ഒരു ശുശ്രൂഷ യേശുക്രിസ്തു നേരിട്ട് ഈ ഒരു ദേവാലയത്തിൽ അത് ചെയ്യുന്നുണ്ട്. വിശുദ്ധീകരണം കൂടാതെ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധിക്കത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറഞ്ഞ് യേശുക്രിസ്തുവായി രൂപാന്തരീകരണപ്പെടാതെ ഒരിക്കലും ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പോകാമെന്ന് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കുവാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം തിരിച്ചറിയുമെന്ന് പരിശുദ്ധമാണ് ആഗ്രഹിക്കുന്നത്. കൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ഒരു ടോക്ക് ചെയ്യാൻ ഈ മകനെ പരിശുദ്ധാൻ പ്രേരിപ്പിച്ചതും പരിശുദ്ധാൻ നിങ്ങളോട് സംസാരിക്കുന്നതും വിശുദ്ധീകരണത്തെ പറ്റി തന്നെയാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നാം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്ന പൈശാചിക ശക്തികളായിരിക്കും നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ കൃപ നിറഞ്ഞ കൂട്ടായ്മയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ പൈശാചികൾ വിട്ടുപോവുകയും ആ വ്യക്തി പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ദൈവിക പദ്ധതിയാണ് വിശുദ്ധീകരണം. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുതിയ സൃഷ്ടിയായി മാറാതെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഒരുവൻ ആത്മാവിനാലും ജലത്താലും ഒരുവൻ ജനിക്കുന്നില്ലെങ്കിൽ അവന് ഒരിക്കലും സ്വർഗരാജ്യം കാണാൻ സാധിക്കുക ഇല്ല എന്ന് തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നിരവധി സമയം നാം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ സമ്പത്തിന് പുറകെയാണ് നമുക്ക് ഓടുന്നത്. കാരണം ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണം. സമ്പത്തിന് പുറകെ നാം ഓടുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഒരിക്കലും മരണമില്ലാത്ത ഈ ആത്മാവിനെ നാം സമ്പത്തിന് പുറകെ ഓടണമെന്നല്ല, ഓടണം. എന്നാൽ അതിനുപരി ക്രിസ്തുവിന് വേണ്ടി സമയം മാറ്റിവെക്കണം. നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഈ പൈസയിൽ നിന്ന് വിട്ടുപോവുക. ഒരിക്കലും മരണമില്ലാത്ത ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. റോമ 8:9 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നാണ് പഠിപ്പിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി മാറാൻ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിരന്തര പ്രാർത്ഥനയാണ് പരിശുദ്ധ വിഷയത്തിൽ തുടരുവാനുള്ള ഒരേ മാർഗം. എഫോസസ് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മീയ സമരത്തിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നിങ്ങൾ സമ്പത്തിന് പിറകെ ഓടുമ്പോൾ നാം പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് പൈശാചികൾ നമ്മളിലേക്ക് കടന്നു കയറി കൂടുന്നുണ്ട്. അപ്പം നാം ശ്രദ്ധിക്കുക, നാം ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുന്ന 1 രൂപ പോലും നമുക്ക് നമ്മുടെ മരണസമയത്ത് ഈ ലോകം വിടുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് നാം ഈ ഓടുന്നതും പരാക്രമം കാണിക്കുന്നതും? അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത സമയം യേശുവിന് വേണ്ടി മാറ്റിവെക്കുക. പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ രൂപാന്തരീകരണപ്പെടുക. യേശുക്രിസ്തുവായി ഓരോരുത്തരും രൂപാന്തരീകരണപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇത്ര സമയം ദൈവം ഈ ദൈവവചനം കേൾക്കുവാൻ നിങ്ങളെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈ യേശുനാമത്തിൽ ദൈവപിതാവിന് അനന്തോട് കൃതജ്ഞ പറയുന്നു. വിശുദ്ധീകരണം കൂടാതെ നമുക്കൊരു പദ്ധതിയില്ല. വിശുദ്ധീകരണം നിങ്ങൾ കണ്ടെത്തുക. ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, അല്ലെങ്കിൽ അണക്കര കൂട്ടായ്മയിലേക്ക് പോയി താമസിച്ച് ധ്യാനം കൂടുക. അതിനുശേഷം നിങ്ങൾ ഇപ്പം അണക്കര പോയി ധ്യാനം കൂടിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിലേക്ക് കണ്ടിന്യൂ ചെയ്യാതെ ഒരിക്കലും പൂർണ്ണമായിട്ടും പിശാചിനെ വിട്ടുപോകില്ല. കാരണം നീ എപ്പോഴും ഒരു ആത്മീയ യുദ്ധത്തിലാണെന്ന തിരിച്ചറിവ് നിനക്ക് ഉണ്ടായിരിക്കണം. എഫോസസ് 6-ാം അധ്യായത്തിൽ പറയുന്ന ആത്മീയ സമരത്തിലാണ്. അവസാനമായി കർത്താവിലും അടുത്ത ശക്തി പ്രാർത്ഥനയും കരുത്തുള്ളവരാകും. ഈ കരുത്താണ് പരിശുദ്ധാവുന്ന സമ്പത്ത് നീ പ്രാർത്ഥിച്ച് നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം നിനക്ക് നടക്കാൻ സാധിക്കുന്നുവോ. യോഹന്നാൻ 3:34 പറയുന്നു, ദൈവം ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, സമൃദ്ധമായിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1, 2, 3 തവണ കേട്ട് നോക്കുക. ആ സമയം നിങ്ങൾ ഇതുപോലെ കൈപിടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വർഗ്ഗം മഴ പോലെ പരിശുദ്ധാൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് യഥാർത്ഥം വന്ന് വീഴുക. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരം കാര്യം പരിശുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൃപ നിറഞ്ഞ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ദൈവം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാൻ വന്ദനം. ഹവേ മരിയ ഇമ്മാനുവൽ. ടീം വിസ്ഡം ഫെയർ DM PM ഇന്ത്യ. നിങ്ങളോട് സംസാരിക്കുന്നത് പോൾ ബ്രദറാണ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാൻ വന്ദനം. ഹവേ മരിയ ഇമ്മാനുവൽ.